വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ ക്യാമ്പയിനുമായി 28ാം മൈൽ വാർഡ്, കുടുംബശ്രീ, തൊഴിലുറപ്പ്, വനിതാ കൂട്ടായ്മ, ബാലസഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി വെട്ടിയറ ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ 28ാം മൈൽ മാർക്കറ്റിൽ സമാപിച്ചു. ബാലസഭ കുട്ടികൾ അവതരിപ്പിച്ച തെരുവ് നാടകം, സിഗ്നേച്ചർ ക്യാമ്പയിൻ ബോധവൽക്കരണ പരിപാടി, ലഹരി വിരുദ്ധ ഗാനങ്ങൾ, പോസ്റ്റർ പ്രചരണം എന്നിവ ഉണ്ടായിരുന്നു. അവർക്ക് കുറെ ആവശ്യങ്ങൾ കാണുമല്ലോ. നീ കാശ് വേണം തന്നെ ഇട്ടോളൂ. അയ്യോ അമ്മ എന്നെ വളർത്തി, എന്നെ സ്നേഹിച്ച്, എന്നെ കൊടുത്തിട്ട് എല്ലാ അമ്മമ്മ എന്നെ വളർത്തി, എനിക്ക് ജീവിക്കണ്ട. ഈ നശിച്ചിലേറി എന്നെ നശിപ്പിക്കുവാൻ. ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ നിർവഹിച്ചു. മറ്റ് സമൂഹ മാധ്യമങ്ങൾ എടുത്താലും റേഡിയോ എടുത്താലും ഇത് കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ വളരെ ഭയാനകവും ഭീകരവുമാണ്, അല്ലേ? ഓരോ ദിവസം എടുക്കുമ്പോൾ ഓരോരോ കുറ്റകൃത്യങ്ങളാണ്. വെറും ബ്രൂട്ടലായിട്ടുള്ള, വളരെ മൃഗീയമായിട്ടുള്ള, വളരെ ഭയാനകമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. നമ്മൾ ഒരിക്കലും ഇതുവരെ വായിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നത്, അല്ലേ? മക്കളെല്ലാവരും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന, നിങ്ങളൊരു നാടകം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല, വളരെയധികം സന്തോഷം. പിന്നെ നിങ്ങളെ വര ഞാൻ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. ഈ ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇതിനെ എഗൻസ്റ്റ് ആയിട്ട്, അതായത് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് ഈ പ്രായത്തിൽ മനസ്സിലായി, അല്ലേ? അപ്പം ഇതിനെയൊക്കെ അകറ്റി നമ്മുടെ ലൈഫിൽ നിർത്തണം. അതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാം. വാർഡ് മെമ്പർ പൈവേലിക്കോണം ബിജു, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജുകുമാർ, സമന്വയ ലഹരിമോചന കേന്ദ്രം പ്രോജക്ട് ഡയറക്ടർ അനിൽകുമാർ, വാർഡ് CDS പത്മചന്ദ്രൻ, വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് രഞ്ജുഷ, വാർഡ് ADS അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വനിതാ കൂട്ടായ്മ അംഗങ്ങൾ, ബാലസഭയിലെ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വിസ്മയ ന്യൂസ്, പാരിപ്പള്ളി.